ഓം നമ ശിവായ. എല്ലാവർക്കും അൻപ് വണക്കം. വിഷയം തിരുക്കുറൾ. അധികാരം 1, കടവുൾ വാഴ്ത്ത്. ഇതിൽ രണ്ടാമത്തെ കുരൾ. കற்றതനാൽ ആയ பயன் என்கொள் വാലറിവൻ നട്ടാൾ തൊഴാർ എനിൻ. ഇതാണ് രണ്ടാമത്തെ കുരൾ. ഇതിന് ഒരു സാമാന്യ അർത്ഥമല്ല, നമുക്കത് വിശദീകരണത്തിലേക്ക് തന്നെ കടക്കാം. അതാണ് നല്ലത്. അല്ലെങ്കിൽ വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. അരിത് അരിത് മാനുടരായി പിറപ്പതറിത് എന്ന് ഔവ്വയാർ പറയണം. എന്ന് വെച്ചാല് ഈ മനുഷ്യജന്മം കിട്ടുന്നത് വളരെ 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 എന്ന് പറഞ്ഞാൽ ഒരുപാട് വളരെ എന്ന് ചേർത്ത് അത്ര വേണമെങ്കിൽ ചേർത്തിക്കോളുക, കുഴപ്പമില്ല. അത്രയ്ക്ക് റയറാണ് അത്ര ഒരു മനുഷ്യജന്മം കിട്ടുക എന്നുള്ളത്. ജനനം മൊത്തം 4 വിധത്തിലാണ്. 1 ഗർഭത്തിൽ നിന്ന്, 2 മുട്ടയിന്ന്, 3 വിത്തുന്ന്, 4 വിയർപ്പെന്ന്. ഇങ്ങനെ 4 തരത്തിലാണ് ജീവജാലങ്ങൾ ഉണ്ടാവുന്നത്. മനുഷ്യനടക്കം. മനുഷ്യൻ, ആന, പട്ടി, പശു, പൂച്ച ഇങ്ങനെയുള്ളതൊക്കെ ഗർഭം ധരിച്ചിട്ട് ജനിക്കുന്ന ജീവികളാണ്. പിന്നെ പക്ഷി, പല്ലി, പാമ്പ്, മീൻ ഇങ്ങനെയുള്ളതൊക്കെ മുട്ടയിന്ന് വിരിഞ്ഞ് ജനിക്കുന്നതാണ്. ഇനി പയറുവർഗ്ഗങ്ങൾ, നെല്ല്, ചോളം, ഗോതമ്പ് ഇങ്ങനെയുള്ളതൊക്കെ വിത്തുന്ന് ജനിക്കുന്ന ജന്മങ്ങളാണ്. അതും ജീവനാണ്. അടുത്തത് വിയർപ്പെന്നുണ്ടാകുന്നത് ഈ തലയിൽ പേന്, പിന്നെ ഈ അവതറികൾ, ഈ വിത്തില്ലാതെ ഈ തറിയുന്നുണ്ടാവുന്ന ചെടികൾ ഇങ്ങനെയുള്ളതൊക്കെ വിയർപ്പെന്നുണ്ടാകുന്ന ജന്മങ്ങളാണ്. ഇങ്ങനെയുള്ള 4 തരം ജന്മങ്ങളിലെ എല്ലാ വിഭാഗങ്ങളിലും ചേർത്തി പുല്ലായി, പൂടായി, പുഴുവായി, പറവയായി, പാമ്പായി, മനുഷ്യ മറ്റേ ദേവനായി, അസുരനായി, പേയായി, നായായി ഒക്കെ 84 ലക്ഷത്തിലധികം 84 ലക്ഷം യോനി ഭേദങ്ങളിലൂടെ ജനിച്ച് മരിച്ച്, അതും അനവധി പ്രാവശ്യങ്ങൾ ജനിച്ച് മരിച്ച് പൂർവജന്മങ്ങളിൽ ചെയ്ത സുഹൃതത്തിൻ്റെ പേരിൽ, അത്രയും പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്തതിൻ്റെ പേരിൽ ആറ്റുനോറ്റ് കിട്ടിയ ഒരു ജന്മമാണത്രേ മനുഷ്യജന്മം. ഇങ്ങനെ ഒരു മനുഷ്യജന്മം കിട്ടിയെന്ന് മാത്രമല്ല, വല്ല കൂനായോ കുരുടായോ ചെകിടായോ അല്ലെങ്കിൽ മന്ദബുദ്ധിയായോ അംഗവൈകല്യമുള്ളവനായോ ഒന്നും ജനിക്കാതെ നല്ല മനസ്സ്, നല്ല ബുദ്ധി, നല്ല ശരീരം എല്ലാം കൂടി തികഞ്ഞ ഒരു ഈശ്വര വിശ്വാസവും കൂടി തികഞ്ഞ ഒരു മനുഷ്യജന്മം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ 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 റയറാണ് എന്നാണ് ഔവ്വയാറും പറയണത്. ഇതും പോരാഞ്ഞിട്ട് കർമ്മഭൂമി അല്ലെങ്കിൽ ജ്ഞാനഭൂമി അല്ലെങ്കിൽ മോക്ഷഭൂമി എന്ന് പറയുന്ന ഭാരതത്തിൽ ജനിക്കാനുള്ള യോഗവും കൂടി കിട്ടിയ നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ ജന്മലക്ഷ്യം എന്ന് പറയണത് മോക്ഷമാണ് എന്നുള്ളത് തന്നെയാണ് തിരുവള്ളുവരും നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളും ഒക്കെ പറയണത്. മനുഷ്യൻ ഒഴികെയുള്ള മറ്റ് ജീവജാലങ്ങൾക്ക് പൂർവജന്മത്തിൽ ചെയ്ത പ്രാരബ്ധ കർമ്മവേന എന്താണോ അത് അനുഭവിക്കുക എന്നല്ലാതെ, അനുഭവിച്ച് തീർക്കുക എന്നല്ലാതെ മോക്ഷത്തിന് അവിടെ പ്രസക്തിയില്ല. ഒരു ഉദാഹരണം പറയാം. ഒരു പശു അതിൻ്റെ ആത്മാവിൻ്റെ പൂർവജന്മത്തിലുള്ള സഞ്ചിത വിന
സഞ്ചിത കർമ്മ ഫലങ്ങൾ അനുഭവിക്കാൻ വേണ്ടി ഒരു പശുവായിട്ട് ജനിച്ചു. ആ പശു ചാവുന്നത് വരെയും അതിന് ആഗാമ്യ കർമ്മം എന്ന് പറയണതില്ല. പുതിയതായിട്ടൊരു കർമ്മം ചെയ്ത് സഞ്ചിതത്തിൽ കൊണ്ട് ചേർത്തുക എന്നുള്ള ഏർപ്പാട് പശുവിനോ പട്ടിക്കോ പൂച്ചയ്ക്കോ മനുഷ്യനല്ലാത്ത ഒരു ജീവജാലത്തിനും ഇല്ല. അത് അതോടുകൂടി അനുഭവിച്ച് തീർന്നു. ഇനി സഞ്ചിത കർമ്മത്തിൽ വേറെന്തെങ്കിലും അനുഭവിക്കാനുണ്ടെങ്കിൽ ആ പശു അടുത്ത ജന്മം ചിലപ്പോൾ പട്ടിയാകും, ചിലപ്പോൾ പൂച്ചയാകും, ചിലപ്പോൾ ആനയാകും, ചിലപ്പോൾ മനുഷ്യനാകും, ചിലപ്പോൾ പാമ്പാകും, പറയാൻ പറ്റില്ല. അത് ശിവരഹസ്യം. അത് നമുക്കറിയുന്ന കാര്യങ്ങളല്ല. അതായത് പൂർവജന്മ കർമ്മവിനകളെ തീർക്കുക എന്നുള്ളതാണ് മനുഷ്യനൊഴികെയുള്ള മറ്റ് ജന്മങ്ങൾക്കുള്ള ലക്ഷ്യം. അപ്പോ മനുഷ്യന്റെ ജന്മലക്ഷ്യം മോക്ഷമാണെന്നുള്ളത് മനസ്സിലായി. ഇനി ജനനത്തിനും മരണത്തിനും ഇടയിലുള്ളതാണല്ലോ ജീവിതം പറയണത്. ഈ ജീവിതത്തിൽ ഓരോ മനുഷ്യന് ഓരോ ദിവസം ഓരോ തരം ലക്ഷ്യങ്ങളുണ്ടാവും. ജീവിതം അവസാനമാകുമ്പോഴേക്ക് പലതരം ലക്ഷ്യങ്ങൾ പലതരം രീതിയിൽ ഉണ്ടാവും. അത് നിറവേറ്റപ്പെടാം, നിറവേറാതെ പോകാം, പലതും സംഭവിക്കാം. അങ്ങനെ എന്ത് സംഭവിച്ചാലും സംഭവിച്ചിട്ടില്ലെങ്കിലും ജന്മ ലക്ഷ്യം മോക്ഷം. അതുപോലെ ജീവിത അവസാനത്തിൻ്റെ ലക്ഷ്യവും മോക്ഷം തന്നെയാണ്. ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് ഉണ്ടാവുന്ന അനുഭവങ്ങളും ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതും മറ്റുള്ളതുമൊക്കെ അതിനൊക്കെ അവാന്തരപ്പയൻ എന്നാണ് പറയുക. ഇടയിലുള്ള ഫലങ്ങളാണ്. അത് കാര്യമല്ല. നമ്മളെപ്പോഴും ഒരു വിഷയം പറയുമ്പോൾ അതിൻ്റെ മൂലമായ കാര്യത്തിനാണല്ലോ സംസാരിക്കേണ്ടത്. ഇപ്പോൾ IAS പഠിക്കണമെന്ന് വയ്ക്കുക. അപ്പം IAS സർട്ടിഫിക്കറ്റ് കിട്ടിയ IAS പഠിച്ചു. പക്ഷെ IAS പഠിക്കുന്നതിന് മുമ്പ് 10ാം ക്ലാസ് പഠിച്ചാൽ അതിനൊരു സർട്ടിഫിക്കറ്റ് കിട്ടും, പ്രീ ഡിഗ്രി എടുത്താൽ അതിനൊരു സർട്ടിഫിക്കറ്റ് കിട്ടും, ഡിഗ്രി എടുത്താൽ അതിനൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. പക്ഷെ ഇതൊക്കെ IAS പഠിക്കുന്നതിന് മുമ്പ് ഇടയിൽ കിട്ടിയ പ്രയോജനങ്ങളാണ്. അപ്പം നമുക്ക് മൂലം IAS ആണ്. അതുപോലെ ഇവിടെ മൂലപ്രയോജനം പറയുന്നത് മോക്ഷം തന്നെയാണ്. ജീവിതത്തിലാണെങ്കിലും ശരി, ജന്മത്തിലാണെങ്കിലും ശരി. ഇനി നമുക്ക് തിരുവള്ളുവരുടെ അടുത്തേക്ക് വരാം. എന്താ തിരുവള്ളുവർ പറഞ്ഞത്? കற்றതനാൽ ആയ പയൻ എൻകൊൾ വാലറിവൻ നട്ടാർ തൊഴാർ എനിന്ന് എന്ന് വെച്ചാല്, ചുരുക്കി പറഞ്ഞാല്, മോക്ഷം കിട്ടിയാൽ നീ പഠിച്ച പഠിപ്പ് കൊണ്ട് പ്രയോജനമായി എന്നർത്ഥം. അല്ലെങ്കിൽ മോക്ഷം കിട്ടിയില്ലെങ്കിൽ നീ പഠിച്ച പഠിപ്പ് കൊണ്ട് എന്താ പ്രയോജനം എന്നാണ് മൂപ്പര് ചോദിക്കുന്ന ചോദ്യം. അപ്പൊ ഇവിടെ സംശയം എന്ത് പഠിപ്പ് എന്നുള്ളതാണ്. ഇവിടെ ഇന്ന പഠിപ്പ് എന്ന് തിരുവള്ളുവർ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്ത് പഠിച്ചാലും ശരി, മോക്ഷം കിട്ടിയിട്ടില്ലയോ, ഫൈനലായിട്ട് മോക്ഷം കിട്ടിയിട്ടില്ലയോ, പഠിച്ചത് കൊണ്ട് പ്രയോജനമില്ല എന്ന്. അപ്പൊ അതെങ്ങനെയാണ് ശരിയാവുക? ഞാനിപ്പോൾ MBBS പഠിച്ചു. MBBS പഠിച്ചിട്ട് മോക്ഷം കിട്ടണം പറഞ്ഞു കഴിഞ്ഞാൽ MBBS മോക്ഷത്തിനെ പറ്റിയൊന്നും പഠിപ്പിക്കണില്ല. ഇപ്പോൾ വക്കീലിന് പഠിച്ചു, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിങ്ങിന് പഠിച്ചു, അല്ലെങ്കിൽ ഒരു MBA പഠിച്ചു, ഇതിലൊന്നും മോക്ഷത്തിനെ പറ്റി പഠിപ്പിക്കണില്ല. എന്നിട്ട് ഇതൊക്കെ പഠിച്ചിട്ട് മോക്ഷം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഈ പഠിപ്പൊന്നും ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഠിപ്പ് കൊണ്ടൊക്കെ എന്താ പ്രയോജനം ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ചോദിക്കുന്നതിൽ എന്താ പ്രയോജനം അർത്ഥം എന്ന് തിരിച്ചും തിരുവള്ളുവരെ കൊണ്ട് ചോദിക്കാമല്ലോ. അപ്പൊ തിരുവള്ളുവരുടെ ഉത്തരം എന്താ നോക്കണ്ടേ? നീയെ MBBS പഠിച്ചോ, LLBക്ക് പഠിച്ചോ, MBAക്ക് പഠിച്ചോ, എന്ത് വേണമെങ്കിൽ പഠിച്ചോ, എഞ്ചിനീയറോ ഡോക്ടറോ എന്ത് വേണമെങ്കിലും പഠിച്ചോ, തിരുവള്ളുവർക്ക് അത് വിഷയമല്ല. നീ എന്ത് തന്നെ പഠിച്ചാലും ആ പഠിപ്പ്
അറിവായിട്ട് മാറിയിട്ടില്ലെങ്കിൽ ആ പഠിച്ച പഠിപ്പിന് പ്രയോജനമില്ല. അപ്പോൾ ഒരു സംശയം, ഇതെന്താ ഈ പഠിപ്പ് അറിവ് പറയണ, പഠിപ്പ് വേറെ അറിവ് വേറെയാണോ? അതെ, പഠിപ്പ് വേറെ അറിവ് വേറെ. അതെന്താ അങ്ങനെ? ഈ പഠിപ്പ് പറഞ്ഞു കഴിഞ്ഞാല് പുറമേ നിന്ന് ഉള്ളിലേക്ക് വരുന്നത് പഠിപ്പ്, ഉള്ളിൽ നിന്ന് വെളിയിലേക്ക് വരുന്നത് അറിവ്. മനസ്സിലായില്ല? ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നീ ഇപ്പോൾ 5ഉം 3ഉം 8 എന്ന് പഠിച്ചു. അത് നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നാളെയോ 10 കൊല്ലം കഴിഞ്ഞിട്ടോ ഒരാൾ ചോദിച്ചാ 5ഉം 3ഉം എത്രാന്ന് ചോദിച്ചാ നീ 8 എന്ന് പറയും. എന്തുകൊണ്ട് പറയണു? നീ 5ഉം 3ഉം 8 എന്ന് പഠിച്ചത് കൊണ്ടും ആ പഠിച്ചത് നിന്റെ ഉള്ളിൽ തങ്ങി നിൽക്കുന്നത് കൊണ്ടും അറിവായി. ഇനിയിപ്പോ നീ ഇപ്പൊ 5ഉം 3ഉം 8 എന്നുള്ളത് ഇന്ന് പഠിച്ചു. ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് വേറൊരാള് നിന്നെ പഠിച്ചു, അത് മറക്കുകയും ചെയ്തു. ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് വേറൊരാൾ നിന്നെ കൊണ്ട് 5ഉം 3ഉം എത്ര ചോദിച്ചു കഴിഞ്ഞാ നീ പഠിച്ചത് മറന്നു. അപ്പൊ നിനക്ക് പറയാൻ അറിയില്ല, ഉത്തരം പറയാൻ അറിയില്ല, അതുകൊണ്ട് നിനക്കറിവില്ല. ഒരു ടാങ്കില് ഇന്നലെ വെള്ളം നിറച്ച് വെച്ചു. വെള്ളം നിറച്ച് വെച്ചത് കൊണ്ട് പിറ്റേ ദിവസം രാവിലെ പോയി പൈപ്പ് തുറന്നാൽ വെള്ളം കിട്ടും. ആ ടാങ്കിൽ ഓട്ടയുണ്ടെങ്കിലോ പിറ്റേ ദിവസം രാവിലെ പോയാൽ വെള്ളം കിട്ടുമോ? അതൊക്കെ ആ ഓട്ടയിൽ കൂടി പോയിട്ടുണ്ടാവും. അതേപോലെ പഠിച്ച വിഷയം ഉള്ളിൽ തങ്ങിയിട്ടില്ലെങ്കിൽ പഠിച്ചു എന്ന് പേര്, പക്ഷെ അറിവില്ല. ഇപ്പോൾ പഠിപ്പിനും അറിവിനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? ശരി, അപ്പം ഞാൻ നല്ലോണം പഠിക്കുകയും ചെയ്തു, ഒന്നും മറന്നിട്ടില്ല, എനിക്ക് നല്ല അറിവുണ്ടെന്നിരിക്കട്ടെ, മോക്ഷം കിട്ടുമോ? കിട്ടില്ല. എന്താ കാരണം? ശരിയാണ്, നീ പഠിച്ചു, പഠിച്ചതൊക്കെ ഓർമ്മയുണ്ട്, എനിക്ക് നല്ല അറിവുമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോരാ. ഈ പഠിപ്പും അറിവും ഉണ്ടായ ഒഴുക്കവും വേണം. അതെന്താ ഒഴുക്കം? ഒഴുക്കം പറഞ്ഞാൽ ഈ മുകളിൽ നിന്ന് ഒഴിക്കുമ്പോൾ എണ്ണ ഒഴിക്കണമെന്ന് വെക്കുക, അത് ഇടതടവില്ലാണ്ട് ഒഴുകിക്കൊണ്ടിരിക്കും. അതുപോലെ നീ പഠിച്ച് നല്ല അറിവുണ്ടായ നിന്റെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും, അതായത് എന്താണെങ്കിലും ശരി, അവനവൻ്റെ കർമ്മങ്ങൾ, ദിനചര്യകൾ, എല്ലാ കാര്യം, മനസ്സ്, വാക്ക്, പ്രവൃത്തി, ഇത് മൂന്നും ഇടതടവില്ലാതെ ഒരേ രീതിക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. അല്ലാണ്ട് വാക്കൊന്ന്, പോക്കൊന്ന്, പ്രവൃത്തി വേറൊന്ന്, ഈ തരത്തിലാകുന്നതിൽ പഠിച്ചിട്ടും പ്രയോജനമില്ല, അറിവുണ്ടായിട്ടും പ്രയോജനമില്ല. അപ്പോൾ പഠിച്ചത് കൊണ്ട് അറിവ് വരണം എന്നുള്ള കാര്യം ഓക്കെ ആയി, ശരിയല്ലേ? പഠിക്കുകയും ചെയ്തു, അറിവും വന്നു. പക്ഷെ പഠിപ്പും അറിവും മാത്രം ഉണ്ടായാൽ പോരാ, അടുക്കും ചിട്ടയും കൂടി വേണമെന്നുള്ളത് ഇപ്പൊ ബോധ്യായില്ലേ? ശരി, ഇത് മൂന്നും ഉണ്ടായാൽ മതിയോ? 4ഉം പോരല്ലോ. ഇനി എന്ത് വേണം പറയാം. ഒരാള് നല്ല പഠിപ്പുള്ള ആളാണ്. നല്ല പഠിപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി, PG, അത് ഇത് എന്ന് പറഞ്ഞിട്ട് കണ്ണി കണ്ടതൊക്കെ പഠിച്ച് ഭയങ്കരമായ പഠിപ്പുള്ള ആളാണ്. നല്ല അറിവ് വേണം. നല്ല അറിവ് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചോദിച്ചാലും പറയും, അങ്ങനെയുള്ള അറിവുകളാണ്. പക്ഷെ നല്ല അടുക്കും ചിട്ടയും കൃത്യനിഷ്ഠയും ഒക്കെയുള്ള ഒരു നല്ലൊരു, എല്ലാം കൊണ്ടും ഈ 3 കാര്യങ്ങളിലും വളരെ ക്വൈറ്റാണ്, വളരെ കറക്റ്റാണ്. ഇതൊക്കെ ഉണ്ടായിട്ടും അൻപ് എന്ന് പറയുന്ന ഒരു മനുഷ്യ സ്നേഹവും ഇല്ലെങ്കിൽ ഇയാൾ എന്ത് പഠിച്ചിട്ട് എന്ത് കാര്യം, എന്ത് അറിവുണ്ടായിട്ട് എന്ത് കാര്യം, എന്ത് ഒഴുക്കും ഉണ്ടായിട്ട് എന്ത് കാര്യം? ദുഷ്ടമൃഗമായ പുലി വേട്ടയാടി മറ്റു മൃഗങ്ങളെ കടിച്ച് ചീന്തി വലിച്ചിട്ട് തിന്നുകയാണല്ലോ അതിൻ്റെ ശൈലി. പക്ഷെ അതേ പുലി അതിൻ്റെ സ്വന്തം കുഞ്ഞിനെ വലിച്ചു കീറി കൊന്ന് തിന്നുണ്ടോ? ഇല്ല. ആ പുലിക്ക് പോലും ഇല്ലാത്ത സ്നേഹം എന്ന് പറയുന്ന അൻപ് ഈ പഠിച്ച് അറിവും ഒഴുക്കവും ഉള്ള ആൾക്ക് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ പഠിപ്പിന് എന്താ പ്രയോജനം?
അറിവിലെന്താ പ്രയോജനം? ഒഴുക്കത്തിനെന്താ പ്രയോജനം? ഒരു ഗൃഹസ്ഥാശ്രമിക്ക് വേണ്ടത്, അടിസ്ഥാനപരമായിട്ട് വേണ്ടത് അൻപ്, സ്നേഹമാണ്. ശരി, പഠിപ്പിന് പഠിപ്പുണ്ട്, ധാരാളം അറിവുണ്ട്, നല്ല ഒഴുക്കുമുണ്ട്, ഇതൊക്കെ ശരി. നിങ്ങൾ പറഞ്ഞ പോലെ അൻപും ഉണ്ട്, ഈ സ്നേഹം എന്ന് പറയുന്നതും ഉണ്ട്. മോക്ഷം കിട്ടുമോ? കിട്ടില്ല. എന്താ കാരണം? ഈ പറയുന്ന അൻപ് മുതിർന്ന് അരുളായി മാറണോ അത്രേ. അതെന്താ അരുൾ എന്ന് പറഞ്ഞാല്? അവനവന്റെ കുട്ടിക്ക് ഒരു തുன்பം വരുമ്പോ സങ്കടപ്പെടുന്നത് അൻപ്. അതേപോലെ അന്യന്റെ കുട്ടിക്ക് ഒരു തുன்பം വന്നാലും സങ്കടപ്പെടുകയാണെങ്കിൽ അതിന് പേര് അരുൾ. എന്ന് വെച്ചാല് അന്യന്റെ കുട്ടി എന്നല്ല അർത്ഥം. സകല ജീവജാലങ്ങളും ലോകത്ത് എന്തും, എന്തെന്ന് പറഞ്ഞാൽ എന്തും, എല്ലാം സർവം ബ്രഹ്മമയം അല്ലെങ്കിൽ സർവം ശിവമയം എന്നുള്ള ഒരു കൺസെപ്റ്റിൽ എത്തുന്നതിനെയാണ് അരുൾ എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരവസ്ഥയിൽ എത്തിയ അവൻ്റെ ചിത്തം ശുദ്ധമായി. എന്ന് വെച്ചാൽ ആ അരുൾ പൊരുളായി മാറി. പൊരുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമ്പൊരുൾ, ബ്രഹ്മമയമായി മാറി. ഇത് തന്നെയാണ് മോക്ഷം. അപ്പൊ പഠിപ്പ് കൊണ്ട് എങ്ങനെയാണ് മോക്ഷം കിട്ടണമെന്നുള്ളത് മനസ്സിലായില്ലേ? തിരുവള്ളൂർ അത്രയും ഈ പഠിപ്പ് എന്ന് പറയുന്നതിന് അത്രയും മഹത്വം കൽപ്പിച്ചിരിക്കുകയാണ് തിരുവള്ളൂർ. അതായത് പഠിപ്പിന്റെ മാഹാത്മ്യം. കൽവി പറഞ്ഞിട്ട് ഒരു അധികാരം തന്നെ തിരുക്കുറളിൽ വരുന്നുണ്ട്. അതിലൊരു 10 കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് അപ്പൊ പറയാം. അപ്പൊ അത്രയും മഹത്വമുള്ള ഒരു വിഷയമാണ് ഈ പഠിപ്പ് പറയണത്. എന്തിനും പഠിക്കണോ അത്രേ. ഔവയാർ എന്താ പറയണറിയോ? കற்கை நன்றே കற்கை நன்றே പിച്ചൈ പുകിനും കற்கை നன்றേ എന്നാണ് ഔവയാർ പറയണത്. അതായത് പിച്ച എടുക്കണമെങ്കിൽ പോലും പഠിക്കണോ അത്രേ. പഠിക്കാതെ പിച്ച എടുത്തിട്ടൊന്നും കാര്യമില്ല. ഒരു വീട്ടിൽ പോയി അമ്മാ തായേന്ന് പറഞ്ഞു കഴിഞ്ഞാലേ വല്ല പിച്ച കിട്ടുള്ളൂ. ഏട്ടാ അനിയത്തി ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പൈസ കിട്ടില്ല, പച്ചവെള്ളം കിട്ടൂല. അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയാണ്, ഇറക്കമുള്ളവള്, കരുണയുള്ളവള് അമ്മയാണ്. അപ്പൊ അമ്മ തായേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് കിട്ടും അവിടുന്ന്. കിട്ടിയതിനെ വാങ്ങിയ മാത്രം പോരാ. വാങ്ങിയിട്ട് അല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിയിട്ട് വെള്ളക്കാരൻ്റെ സ്റ്റൈലിൽ, സായിപ്പിന്റെ സ്റ്റൈലിൽ താങ്ക്സ് പറഞ്ഞാൽ പിന്നെ പോയാൽ കിട്ടില്ല. കിട്ടിക്കഴിഞ്ഞാൽ, ഭിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ വാഴ്ത്തണം അത്രേ. വാഴ്ത്തിയിട്ട് വന്നാലേ അടുത്ത പ്രാവശ്യം പോകുമ്പോഴും മനസ്സോടുകൂടി, സന്മനസ്സോടുകൂടി വീണ്ടും ഭിക്ഷയിടുള്ളൂ എന്നാണ് പറയണത്. അതാണ് ഔവയാർ പറയണത് പിച്ച എടുക്കുകയാണെങ്കിലും പഠിക്കണമെന്ന്. അപ്പോ ഇവിടെ പഠിപ്പിന്റെ മാഹാത്മ്യമാണ്, പഠിപ്പിന്റെ പ്രാധാന്യമാണ് തിരുവള്ളുവരും ഔവയാറും ഒക്കെ പറയണത്. കൽവി എന്ന് പറഞ്ഞിട്ടൊരു അധികാരം തന്നെ തിരുക്കുറളിലുണ്ട്. അതിലൊരു 10 വിഷയങ്ങൾ പറയുന്നുണ്ട്, 10 കുരൾ അതിൽ പറയുന്നുണ്ട് പഠിപ്പിനെ പറ്റിയിട്ട്. അതിനേക്കാട്ടില് കല്ലാമ ഇതുകൊണ്ട് വേറൊരു അധികാരമുണ്ട്. പഠിക്കാതിരുന്നാലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഈ കല്ലാമൈ എന്നുള്ളൊരു അധികാരം തിരുക്കുറളിലുള്ളതുപോലെ തിരുമന്ത്രത്തിലും ഒരു കല്ലാമൈ എന്നുള്ളൊരു അധികാരമുണ്ട്. അത് വളരെ അഗാധമായ ആത്മീയമായി ഒരുപാട് വിഷയങ്ങളുള്ള ഒരു വിഷയമാണ്. അതിൽ തിരുമന്ത്രത്തിലത്തെ വിഷയം അത്രയും മഹത്വമാണ് ഈ പഠിപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ പൂർവിക ഋഷീശ്വരന്മാരൊക്കെ കൽപ്പിച്ചിരിക്കുന്നത്. അത് എങ്ങനെ പഠിക്കണം അത്രേ? അയ്യം തിരിവ് അറക്കൽ എന്നാണ് പറയണത്. അയ്യം പറഞ്ഞു കഴിഞ്ഞാൽ സംശയം, തിരിവ് പറഞ്ഞു കഴിഞ്ഞാൽ വിപരീത ജ്ഞാനം. ഈ സംശയം ഇന്നില്ലെങ്കിൽ നാളെ ചിലപ്പോൾ തീരും. പക്ഷെ ഈ വിപരീത ജ്ഞാനം എന്ന് പറയുന്നുണ്ടല്ലോ, 5, 3, 8 എന്നുള്ളതിന് പകരം 5, 3, 9 എന്ന് ഉറപ്പിക്കുന്ന വിപരീത ജ്ഞാനം, അത് വലിയ ആപത്താണത്രേ. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടും നീക്കിയിട്ട് പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പഠിപ്പ് എങ്ങനെയാത്രേ?
എഞ്ഞാണ്ടും സാഹാമൽ കற்பതുവേ കൽവി എന്ന ഔവയാറ്. അതായത് ഒരു 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 കാര്യം ഒരു പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ അത് മരണം വരെ ഉള്ളിൽ തങ്ങണം എന്നാണ് ഔവയാർ പറയണത്. അപ്പോൾ കുറ്റം തീർത്ത് പഠിക്കുക, അതായത് സംശയങ്ങളും വിപരീത ജ്ഞാനങ്ങളും നീക്കിയിട്ട് പഠിക്കുക. ഒരിക്കൽ പഠിച്ചത് മരണം വരെയും നിലനിൽക്കത്തക്ക രീതിയിൽ പഠിക്കുക. ആ പഠിപ്പ് അറിവായി മാറണം. ആ അറിവ് ഒഴുക്കമായി മാറണം. ഒഴുക്കം അൻപായി മാറണം. അൻപ് അരുളായി മാറണം. ആ അരുൾ പൊരുളായി മാറണം എന്നല്ല, മാറുന്നാണ് പറയണത്. അതായത് സർവം ബ്രഹ്മമയം അല്ലെങ്കിൽ സർവം ശിവമയം എന്നുള്ള കോൺസെപ്റ്റിൽ ഇരിക്കുന്നവന് മോക്ഷം എന്നല്ലാതെ അവൻ്റെ സ്ഥിതി വേറെന്താണ്? അപ്പോൾ അതുകൊണ്ട് മോക്ഷത്തിന് അടിസ്ഥാനം പഠിപ്പ് തന്നെ പ്രധാനം എന്നാണ് തിരുവള്ളൂർ പറയണത്. എന്തിനും ഏതിനും പഠിപ്പ് വേണോത്രേ. അങ്ങനെ രണ്ടാമത്തെ കുരൽ അവസാനിച്ചു. അൻപേ ശിവം.